നാളെ റബീഉൽ അവ്വൽ 1, ഇന്ന് റബീഉൽ അവ്വൽ ആദ്യ രാവെന്ന് പിറകണ്ടു എന്നുള്ള അടിസ്ഥാനപരമായ വിശ്വാസയോഗ്യമായ വാർത്ത നമുക്ക് കിട്ടിയാൽ നമ്മൾ പറയണം അല്ലാഹു അക്ബർ, അല്ലാഹുമ്മ ഹില്ലനാ അലൈനാ ഹില്ലഹു അലൈനാ ബിൽ-അംനി വൽ ഈമാൻ വസ്സലാമത്തി വൽ ഇസ്ലാം റബ്ബി വറബ്ബുകല്ലാഹ് ഹിലാലു ഖൈരിൻ വറഷ്ദ് എന്ന് പറയാം. ഇത് നമ്മൾ പറയും. പിറ കാണുമ്പോൾ ചില ദുആ നമ്മൾ എന്ത് ചെയ്യുക, ചൊല്ലുക. അത് കഴിഞ്ഞാൽ ഒന്നാമത് പിറ കാണുമ്പോൾ ദുആ ചെയ്യുക. സൂറത്തുൽ മുൽക്ക് നമ്മൾ പാരായണം ചെയ്യണം. സൂറത്തുൽ മുൽക്ക് ഒരാള് ഒരു മാസത്തിന്റെ ആദ്യ രാവിൽ പാരായണം ചെയ്താൽ അവൻ ആ ഒരു മാസം അള്ളാന്റെ കാവലുണ്ടെന്നാണ്, ആ മാസം മുഴുവൻ അവൻ അനുകൂലമാണെന്നാണ്, ഷർറുകളെ തൊട്ട് കാവലെന്നാണ് സൂറത്തുൽ മുൽക്ക് നമ്മൾ പാരായണം ചെയ്യുക. അത് കഴിഞ്ഞു സൂറത്തുൽ മുൽക്ക് നമ്മൾ സാധാരണ വാക്കുകൾ നമ്മൾ ഓതുന്ന ദിക്റുകളും ദുആകളൊക്കെ നമുക്ക് ചെല്ലാം. പിന്നെ നമ്മൾ ചെയ്യാനുള്ളത്, പ്രിയമുള്ളവരെ, പിറ കണ്ടാൽ നമ്മുടെ പരിശുദ്ധമായ അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ, ആ സന്തോഷത്തിന്റെ പേരിൽ, ആനന്ദത്തിന്റെ പേരിൽ ഒരു 100 ഏറ്റവും കുറഞ്ഞ കാര്യം പറയാം, ഏറ്റവും കുറഞ്ഞത് പറയാം, ഒരു 100 സ്വലാത്ത് അന്ന് ചൊല്ലിയിരിക്കണം. ആ നിമിഷം ഇന്ന് രാത്രി നമ്മൾ ചൊല്ലിയിരിക്കണം. അതോടൊപ്പം തന്നെ അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരുകളൊക്കെ ഇങ്ങനെ പറയുന്ന നിബിതങ്ങളുടെ പേരുകൾ ഒരുപാടുണ്ട്. പേരുകളൊക്കെ അറിയുമെങ്കിൽ അതൊക്കെ പാരായണം ചെയ്യുക. നിബിതങ്ങളുടെ പരിശുദ്ധമായ പേര് പറയപ്പെട്ട നിബിതങ്ങളുടെ വിശേഷണങ്ങൾ പറയുന്ന സൂറത്തുകൾ, സൂറത്ത് തൗബയുടെ അവസാനത്തെ 2 ആയത്ത്, സൂറത്തുൽ ഫത്ഹിന്റെ അവസാന ആയത്ത്. അതോടൊപ്പം തന്നെ പിന്നെ നിബിതങ്ങൾക്ക് സങ്കടം വന്നപ്പോൾ അള്ളാഹ് അറിയിച്ചു കൊടുത്തു വല്ലുഹാ വല്ലൈലി ഇദാ സജ, സൂറത്തുൽ ളുഹ നമുക്ക് പാരായണം ചെയ്യാം. അതുപോലെ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ സന്തോഷം നൽകി അലം നശറഹ ലക സദറക സൂറത്ത് പാരായണം ചെയ്യാം. ഇന്നാ അതൈനാക്കൽ കൗസർ പാരായണം ചെയ്യുക. ഖുൽ ഹുവല്ലാഹു അഹദ് പാരായണം. ഇതൊക്കെ അള്ളാഹുവിന്റെ റസൂലിന് സന്തോഷം കൊടുത്ത സൂറത്തുകളാണ്. അതൊക്കെ നമുക്ക് എല്ലാ ദിവസവും പാരായണം ചെയ്യാം. തീരുമാനം ഇതൊക്കെ നിബിതങ്ങളുള്ള പ്രവാചക അനുരാഗമാണ്. അള്ളാഹു ഭാഗ്യം തരട്ടെ.